ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നത് പഴത്തിനെ കുറിച്ചിട്ടാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഞാലിപ്പൂവൻ പഴമാണ്. ഞങ്ങളുടെ വളപ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഞാലിപ്പൂവൻ്റെ പഴമാണിത്. നല്ല പഴമാണ്, നല്ല മധുരമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പഴങ്ങളൊക്കെ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. അതായത് ദിവസവും ഓരോ പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴങ്ങളൊന്നും നിസ്സാരമായി തള്ളി കളഞ്ഞിട്ട് കഴിക്കാതിരിക്കരുത് കേട്ടോ. അതൊക്കെ നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പഴങ്ങൾ. അപ്പോൾ പഴം ദിവസവും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരു പഴം വെച്ചിട്ടെങ്കിലും ദിവസം കഴിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഷുഗറുള്ളവർക്ക് പഴം അത്ര പഴുത്ത പഴങ്ങൾ കഴിക്കണത്, മധുരം കൂടിയിട്ടുള്ള പഴങ്ങൾ കഴിക്കണത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം അത് ഒഴിവാക്കാം. അല്ലാത്തവർക്കൊക്കെ ഈ പഴം കഴിക്കണത് ഏറ്റവും ബെസ്റ്റാണ്. ഇത് ഞാലിപ്പൂവൻ പഴമാണ്. പിന്നെ അതുപോലെ ഈ പ്രഷർ കൂടിയിട്ടുള്ളവർക്ക് ദിവസം ഒരു നേന്ത്രപ്പഴം വെച്ച് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. നേന്ത്രപ്പഴം പ്രഷർ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണെന്നാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ് അത്ര. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൊട്ടാസ്യം നമ്മുടെ പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴങ്ങളൊന്നും കളയരുത്. അതേപോലെ ഫ്രൂട്ട്സൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ കഴിക്കുക. നമ്മളിപ്പോൾ പല പല അസുഖങ്ങൾ, അതായത് കൊളസ്ട്രോള്, BP, ഷുഗർ, എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പഴമായാലും നേന്ത്രപ്പഴമായാലും പാളയംകുടം പഴമായാലും അതുപോലെ പൂവനോ ഞാലിപ്പൂവനോ ഏതാവട്ടെ നമുക്ക് കഴിക്കാൻ പറ്റും, കഴിക്കണം. അത് നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടായതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിലയില്ലാത്ത പോലെ കളയാൻ പാടില്ല. അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പക്കായ, പേരക്കായ, ഇതെല്ലാം നമ്മൾ കഴിക്കണം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ പുറമേ നിന്ന് പോയിട്ട് നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾക്ക് വിലയില്ലാണ്ട് നമ്മൾ പുറമേ നിന്ന് പോയിട്ട് കാശ് കൊടുത്ത് മാർക്കറ്റുകളിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവരുന്ന സാധനം അത്ര നന്നാവണമെന്നില്ല. അതിൽ മറ്റേ കീടനാശിനിയും കണ്ടതൊക്കെ തെളിച്ചിട്ടും ഒക്കെയാണ് വരുന്നത്, വളങ്ങളും ഒക്കെ ചെയ്തിട്ട്. ആ നേരത്തെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴമാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അപ്പം നമ്മുടെ വീട്ടിലൊരു വാഴയെങ്കിലും വെക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കൊല പഴുപ്പിച്ച് നമ്മൾ എല്ലാവരും അത് വേസ്റ്റ് ചെയ്യാണ്ട് കളയാനും വേസ്റ്റ് ചെയ്ത് കളയാതെ നമ്മളത് കഴിക്കാനും ശ്രമിക്കണം. കുട്ടികൾക്കും കൊടുക്കണം. കുട്ടികൾക്കും ഇതൊക്കെ ഒരു ശീലമാക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പഴവർഗ്ഗങ്ങളൊക്കെ ഇഷ്ടം കുറവാണ്. പക്ഷെ നമ്മളത് ചെറുപ്പം തൊട്ടേ തന്നെ അവർക്കത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും പഴം ഒരു ശീലമാക്കാം കേട്ടോ. ഓക്കേ.